കീം പ്രവേശന പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ഹർജിയിൽ കോടതി ഇന്ന് അന്തിമമായ തീരുമാനമെടുക്കും. പ്രവേശന നടപടികളിൽ പ്രതിസന്ധി ആഗ്രഹിക്കുന്നില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിക്കും. തൗഫീഖ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി. തൗഫീഖ്, ഇന്നലെ പരിഗണിക്കും. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രവേശനത്തെ ബാധിക്കുന്ന സങ്കീർണതകൾ ആഗ്രഹിക്കുന്നില്ല എന്ന് കോടതി പോലും പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേഗത്തിലുള്ള ഒരു തീർപ്പായിരിക്കും ഹർജിക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടാവുക. ഇന്ന് എന്താണ് കോടതിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? അനിഷാദ്, ഇന്നലെ സുപ്രീം കോടതി കേരളത്തോട് ഈ കേസിൽ അപ്പീൽ നൽകുമോ എന്നാണ് ചോദിച്ചിരുന്നത്. അതനുസരിച്ചായിരിക്കും സുപ്രീം കോടതി ഇന്ന് കേസിൽ നിലപാടെടുക്കുക. കേരളം എന്തായാലും അപ്പീൽ നൽകില്ല എന്നുള്ളൊരു നിലപാട് കോടതിയിൽ അറിയിക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. കാരണം അപ്പീൽ നൽകുകയാണെങ്കിൽ ഇതിന്റെ പ്രവേശന നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കേരളം അപ്പീൽ നൽകില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇനിയിപ്പോൾ അപ്പീൽ നൽകിയാൽ തന്നെ അത് കോടതിയോട് ചില കാര്യങ്ങൾ കേരളത്തിന് പറയാനുണ്ട്. പ്രത്യേകിച്ച് അപ്പീൽ നൽകുകയാണെങ്കിൽ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നീണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും. അതിനുശേഷമായിരിക്കും ഇതിൽ കേരളം അപ്പീൽ നൽകുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ പ്രവേശന നടപടിയുമായിട്ടുള്ള നടക്കുന്നതിനാൽ കോടതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അത് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടാകില്ല എന്ന് ഇന്നലെ ജഡ്ജി വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമായിരുന്നു സുപ്രീം കോടതി കേരളത്തിന്റെ നിലപാട് തേടിയത്. എന്തായാലും ഇന്നലെ സംസ്ഥാനത്തിന് കോടതി നോട്ടീസ് അയച്ചിരുന്നില്ല. പകരം ഇതിൽ അപ്പീൽ നൽകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമായിരുന്നു ഇന്നലെ കേരളത്തോട് ചോദിച്ചത്. അതേസമയം അത് ചോദിച്ചിട്ട് സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിട്ട് പറയാമെന്നായിരുന്നു കേരളത്തിന്റെ പ്രതിനിധി ഇന്നലെ കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിർണായകമാണ്. ഒരുപക്ഷെ കോടതി ഇതിൽ ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. സംസ്ഥാന സിലബസ് വിദ്യാർത്ഥികളായിരുന്നു റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. പിന്നാലെ CBSE വിദ്യാർത്ഥികളും തടസ്സ ഹർജിയും നൽകിയിരുന്നു. ഇന്നലെ രണ്ട് വിഭാഗത്തിന്റെയും വാദങ്ങൾ സുപ്രീം കോടതി കേട്ടതിനു ശേഷമായിരുന്നു ഇന്നത്തേക്ക് ആ കേസ് മാറ്റുകയും സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം കോടതി ചോദിക്കുകയും ചെയ്തത്. അതനുസരിച്ച് ഇന്ന് കേസിൽ നിലപാടെടുക്കാൻ വേണ്ടിയായിരുന്നു കോടതി കേസ് ഇന്നത്തേക്ക് മാറ്റിയത്. 42ാമത്തെ കേസായിട്ടാണ് ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇതിൽ കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഒരു തീരുമാനമുണ്ടാകും.